സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ഇന്ന് ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിലൊക്കെ ലഹരി ഉപയോഗം എന്നത് കോളേജ് തലത്തിലോ മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ലഹരി ഉപയോഗം സ്കൂളിൽ എന്നുള്ള രീതിയിലേക്ക് പോലും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അധാർമികമായിട്ടുള്ള എന്തൊരു കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിലുള്ള വില്ലൻ ലഹരി തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാകാം. അതായത് 3 കൂട്ടുകാർ ഒന്നിച്ചിട്ട് മദ്യപിക്കുന്നു. പിന്നീട് ആ മദ്യലഹരിയിൽ ഒരു വ്യക്തിയെ 2 കൂട്ടുകാർ ചേർന്നിട്ട് ചവിട്ടി കൊലപ്പെടുത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കേട്ടത് ആ വ്യക്തിയുടെ വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിലേക്ക് ചെന്നെത്തിയിട്ടാണ് മരണം സംഭവിക്കുന്നു എന്നതാണ്. ഇതുവരെ 3 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മദ്യം എന്നുള്ള വസ്തു എത്രത്തോളം ഒരു അപകടത്തിലേക്കാണ് ചെന്നപ്പെടുന്നത് എന്നുള്ളത് ഇതിൽ കൂടി തന്നെ മനസ്സിലാക്കാം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മദ്യപാനം മൂലം പല കുടുംബ ബന്ധങ്ങൾ പോലും തകരുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ എന്തൊരു അധാർമികമായിട്ടില്ല, അപ്പൊ ഏതൊരു സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിലുള്ള വില്ലൻ മദ്യം തന്നെയാണ്. അതിനു പുറമെ സിൻഡിക്കേറ്റ് ലഹരി വസ്തു ഉപയോഗം, ഇതൊക്കെ പുകവലിയും അതുപോലെ തന്നെ സ്വല്പമൊക്കെ മദ്യം കള്ളുമൊക്കെ ആണെങ്കിൽ ഇന്ന് അതൊക്കെ മാറി ഇന്ന് പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ലഹരി ഉപയോഗമാണ്. അതിമാരകമായിട്ടുള്ള ലഹരി ഉപയോഗമാണ്. ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമാകുന്ന രീതിയിലേക്കും എത്തിപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വശം. ഇവിടെ കുട്ടികൾ വരുന്നതിന് പ്രധാന കാരണം ഈ കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. അതായത് 2-3 പേർ കൂട്ടുകെട്ടിൽ നിന്നാണെങ്കിൽ അതിൽ 1-2 പേർക്ക് ഇതുപോലുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇതിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രാവശ്യം കൊടുക്കുക അല്ലെങ്കിൽ 2 പ്രാവശ്യം കൊടുക്കുന്ന രീതിയിലേക്ക് പിന്നെ കൊടുത്താൽ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് മക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് രക്ഷിതാക്കൾ മക്കളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അവരുടെ കൂടുന്ന കൂട്ടുകെട്ടുകൾ നിങ്ങൾ നിരീക്ഷിക്കുക. ആ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കുക. അത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും ഇതൊരു വ്യക്തിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇതൊരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടും. അതായത് ഇപ്പൊ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഇത്തരം ആൾക്കാർ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ഭാഗമാക്കുന്ന രീതിയിലേക്കല്ല പോകാൻ. എത്രയും നിരപരാധികളായ ആൾക്കാർ ഈ ലഹരി ഉപയോഗിക്കുന്ന ഇതിൽ കൂടിയിട്ട് ജീവൻ വെടിഞ്ഞിട്ടുള്ള എത്ര സംഭവങ്ങൾ നമ്മൾ നടന്നിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ ജനരോഷമാണ് ഉയരേണ്ടത്. അവിടെ കക്ഷി രാഷ്ട്രീയ മതങ്ങൾക്ക് അതീതമായി ഈ അവസരത്തിൽ സമൂഹത്തിന് നന്മ ഉണ്ടാകുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ ജാതിയും മതവും രാഷ്ട്രീയവും വേർതിരിക്കാൻ പാടില്ല. അവിടെ മനുഷ്യരെല്ലാം സമൂഹത്തിന് നല്ല മനസ്സിലുള്ള മനുഷ്യരെല്ലാം ഒന്നിച്ചിട്ട് ഇതുപോലുള്ള അധാർമികൾക്കെതിരെ പോരാടാം. അപ്പോൾ നമ്മുടെ അധികാരികളുടെ കണ്ണ് കുറച്ച് അല്പം ഉണ്ടെങ്കിൽ തുറക്കും. ഇതുപോലുള്ള വിളയാട്ടം ഒരു പരിധിവരെ കുറക്കാൻ പറ്റും.